സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ബാങ്കിന്റെ പുതിയ സിഇഒ. കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ജോർട്ടി എം ചാക്കോയാണ്. ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ. ജോർട്ടി എം ചാക്കോ. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ COP30 വേദി. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. ബ്രസീൽ. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. ഓപ്പറേഷൻ സുതാര്യ. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തിയാണ്. ജയന്ത് മൂർത്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് T15. 12.77 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ്? T50 ആണ്. ഇതിന്റെ നീളം വരുന്നത് 12.77 കിലോമീറ്റർ. പാരീസ് 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരം. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരം ശരത് കമാൽ അജന്തയാണ്. ശരത് കമാൽ അജന്ത. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരമാരാണ്? ശരത് കമാൽ അജന്ത. 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഇന്ത്യയാണ്. 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ MTB വാക്കാണ്. MTB വാക്ക്. ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. എന്ത് രോഗത്തിനേക്കുള്ള വാക്സിനാണ്? ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക്. MTB വാക്ക്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ്. ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം. ഒഡീസിയസ്. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായിട്ടുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. അടുത്തിടെ പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ലോക നാടക ദിനം എന്നാണ്. ലോക നാടക ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 27. ലോക നാടക ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 27. ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം അശ്വത് കൗശിക് ആണ്. അശ്വത് കൗശിക്. 8 വയസ്സാണ് പ്രായം. ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് അശ്വത് കൗശിക്. പ്രായം 8 വയസ്സ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം.
വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ. യൂറോപ്പ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കിയിട്ട് നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ. പേടകത്തിന്റെ പേര് യൂറോപ്പ ക്ലിപ്പർ. രാജ്യത്താദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം. രാജ്യത്താദ്യമായിട്ട് ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. 2024 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ്. പമേല അന്ന മാത്യു. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. പുഷ്പക്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രത്തിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി ശ്രീലങ്ക. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി ശ്രീലങ്ക. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? USA നിന്നുമാണ്. USA MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം 346 രൂപയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപ. 346 രൂപ. വൈക്കം സത്യാഗ്രഹത്തിന്റെ എത്രാമത് വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? വൈക്കം സത്യാഗ്രഹത്തിന്റെ എത്രാമത് വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? 100ാം വാർഷികമാണ്. 100ാം വാർഷികം 2024 മാർച്ച് 30 ആചരിച്ചത് ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെതാണ്. വൈക്കം സത്യാഗ്രഹം. ഗൂഗിളിന്റെ ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം. ഗൂഗിളിന്റെ ജിമെയിലിനു ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എക്സ്മെയിൽ. എക്സ്മെയിൽ. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി ചിത്രീകരിച്ച ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിയാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി ചിത്രീകരിച്ച ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സി. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം IIT മദ്രാസ് ആണ്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ആദ്യത്തെ ജില്ല, രാജ്യത്തെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്.
റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികത്തിന്റെ സ്മാരകമായിട്ട് പുറത്തിറക്കിയ നാണയം. റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികത്തിന്റെ സ്മാരകമായിട്ട് പുറത്തിറക്കിയത് 90 രൂപ നാണയമാണ്. 90 രൂപ നാണയം. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടി. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ്. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് സാമൂരി നോറം. സാമൂരി നോറം. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് സാമൂരി നോറം. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം മൺകുരൽ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മൺകുരൽ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട്. എന്തിന്ധനമാണ്? ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട് ജില്ലയാണ്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിന്റെ പേരാണ് ഓർഡർ. വിമാനയാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. വിമാനയാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജിംഗ് സിസ്റ്റം നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡ്. ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി സുനിൽ മിത്തലാണ്. ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി ആരാണ്? സുനിൽ മിത്തൽ. ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? ബീഹാറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാർ. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപികയാണ് ഐറിസ്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യുവാനുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യുവാനുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട്.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പീച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ജസീന്ത കല്യാൺ. വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജിയോ ആണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജിയോ. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻവിൽക്കർ. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് AM ഖാൻവിൽക്കർ ആണ്. AM ഖാൻവിൽക്കർ. അവസാനത്തെ ചോദ്യമാണ്, സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് മറയൂറാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? മറയൂറാണ്. ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. താങ്ക് യു.